ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റീസെന്റ് ലോഞ്ച് ചെയ്ത നിസാൻ മാഗ്നറ്റിന്റെ കൂറോ എഡിഷൻ ആണ്. നമ്മുടെ എൻ കണക്ട വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് കൂറോ എഡിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നിസാൻ മാഗ്നറ്റിന് നമുക്കിപ്പോൾ ഓണം ഓഫറായിട്ട് ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപ വരെയുടെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓഫറുകൾക്ക് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഈ കൂറോ എഡിഷനിൽ മറ്റ് വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിസാൻ മാഗ്നറ്റിലെ റീസെന്റ് ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ വേരിയന്റ് ആണ് ഈ കൂറോ എഡിഷൻ. ബേസിക്കലി കൂറോ എഡിഷൻ എന്ന് പറഞ്ഞാൽ നിസാൻ മാഗ്നറ്റിന്റെ ഒരു ഫുൾ ബ്ലാക്ക് എഡിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മാഗ്നറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള എൻ കണക്ട വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കൂറോ എഡിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും എൻ കണക്ട വേരിയന്റിനും ടെക്ന വേരിയന്റിലും ഇടയിലായിട്ടാണ് വരുന്നത്. കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് എൻ കണക്ട വേരിയന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക SUV ലുക്കാണ് ഈ വാഹനം തരുന്നത്. ഫുൾ ബ്ലാക്ക് കളറാണ്. ആകെ വരുന്ന ഒരു കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിസാന്റെ ലോഗോ മാത്രമാണ് ഒരു ഗൺ മെറ്റൽ കളറിൽ കൊടുത്തിരിക്കുന്നത്. മറ്റ് എല്ലാ എലമെന്റ്സും ഈ വാഹനത്തിന്റെ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് LED DRLs വരുന്നുണ്ട്. ആ ഹെഡ്ലൈറ്റിൻ്റെ ആഘോഷവും ഒരു സ്മോക്കി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തായിട്ട് നമുക്ക് ചെറിയ ക്രോം എലമെന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നാൽ നമുക്ക് DRL കാണാം. DRL നമുക്കൊരു സ്മോക്കി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്, പക്ഷേ അതിനകത്ത് നമുക്ക് ആ ക്രോം എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നില്ല. ഫോഗ് ലൈറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാം. 6000 രൂപ അടുത്താണ് ആ LED ഫോഗ് ലൈറ്റിന് കോസ്റ്റ് വരുന്നത്. നോർമൽ വേരിയന്റുകളിൽ ഈ ഒരു പോർഷൻ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മളുടെ കൂറോ എഡിഷനിലേക്ക് വന്നപ്പോൾ അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നു. മറ്റ് വേരിയന്റുകളിൽ ഈ ഒരു പോർഷൻസ് ഒരു ക്രോം ഫിനിഷിലായിരുന്നു വന്നിരുന്നത്, അതും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. 205 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. വരുന്നൊരു ഡിഫറൻസ് നമ്മളുടെ അലോയ്സിന്റെ കളർ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അവിടെ നിസാന്റെ ലോഗോ ഗൺ മെറ്റൽ കളറിൽ കൊടുത്തിരിക്കുന്നു. അത് നമ്മുടെ ടോപ്പ് എൻഡിലൊക്കെ വരുന്ന സെയിം ലുക്കുള്ള അലോയ്സ് ആണ്, പക്ഷെ അതൊരു ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ടയർ സൈസ് നോക്കാൻ 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഈ ഒരു മാഗ്നറ്റിന്റെ ലോഗോ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് കാര്യങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ക്ലാഡിങ് ചുറ്റുപുറവും പോകുന്നത് കാണാം. കീലെസ് എൻട്രി ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. നോർമൽ മാഗ്നറ്റിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും നമുക്ക് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലായിരുന്നു വന്നിരുന്നത്. അതിപ്പോൾ മാറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ നമുക്ക് വാക്കവേ ലോക്ക് ആൻഡ് അൺലോക്ക് ഫീച്ചറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവും, നമ്മൾ മാറിപ്പോകുന്നതിനനുസരിച്ച് ലോക്ക് ആവുകയും ചെയ്യും. നമുക്ക് റിക്വസ്റ്റ് സെൻസർ അഡീഷണലി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഷാർഫിന് ആൻറ്റിന കാണാം. അപ്പോൾ വശങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വേറെ ഒരു കളർ ചേഞ്ചും വരുന്നില്ല. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ആ കോർണറിലുള്ള നിസാന്റെ ലോഗോ മാത്രമാണ് നമുക്ക് വേറൊരു കളറിൽ കാണാനായിട്ട് പറ്റുക. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ടോപ്പ് എൻഡ് 2 വേരിയന്റുകളിൽ മാത്രമാണ് LED ടൈൽ ലൈറ്റ് വരുന്നത്. നമ്മളുടെ കൂറോ എഡിഷനിലും നമ്മളെ നോർമൽ ടൈൽ ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബാക്കിൽ സ്പോയിലർ കൊടുത്തിരിക്കുന്നു. അത് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിൻ്റെ നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. നിസാന്റെ ലോഗോ മാഗ്നറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് നമുക്ക് ആ ക്രോം ഫിനിഷ് തന്നെയാണ് വരുന്നത്. ടൈൽ ലൈറ്റ് ഫുൾ ഹാലജൻ ആണ്. സ്റ്റോപ്പ് ലൈറ്റ്, അകത്ത് ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്. താഴേക്ക് വന്നാൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ബാക്കിലെ ഈ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ പോർഷനും നമുക്ക് മറ്റ് വേരിയന്റുകൾ സിൽവർ ഫിനിഷിൽ വരുമ്പോൾ കൂറോ എഡിഷനിൽ അത് ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 2 റിഫ്ലക്ടേഴ്സ് കാണാം. റിവേഴ്സ് ക്യാമറ സ്റ്റാൻഡേർഡായിട്ട് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത്. നമുക്കൊരു 336 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. ഒരു ബൂട്ട് ലൈറ്റ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസ് ആണ് വരുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കൊടുത്തിരിക്കുന്നു. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിൻ്റെയൊക്കെ സ്പെയർ വീൽ ഒരു ചെറിയ വീലുകളാണ് സ്പെയർ വീലായിട്ട് വരാറ്. ജസ്റ്റ് ദ ജോബ് ഡൺ എന്നുള്ള രീതിയിൽ. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവും. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോർമലി ഈ ഒരു പോർഷൻസിലെല്ലാം ഒരു സിൽവർ ഫിനിഷ് വന്നിരുന്നു, അതെല്ലാം ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡ് ആണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു വൈറ്റ് കളർ സ്റ്റിച്ചിങ് കാര്യങ്ങൾ വരുന്നുണ്ട്.
4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിന് മാത്രം നമുക്ക് ഈ വൈറ്റ് വശങ്ങളിലായിട്ടൊരു വൈറ്റ് ഫിനിഷും അകത്തെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷുമാണ് വരുന്നത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ ഇതിനകത്ത് എന്താണ് നമ്മൾ കാണുന്നില്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നുള്ളൂ. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂർ എഡിഷൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ വശങ്ങളിൽ മാത്രമാണ് നമുക്കൊരു ക്രോം അല്ലെങ്കിൽ ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റുക. പിന്നെ സ്റ്റിയറിംഗ് വീലിൽ നിസാൻ്റെ ലോഗോയും നമുക്ക് ആ ഗൺമെറ്റൽ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. മറ്റ് സ്റ്റിയറിംഗ് വീലിൽ വരുന്ന ആ ഒരു സിൽവർ ഇൻസേർട്ട് എല്ലാം ഗ്ലോസി ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടമാണ്. നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്രീൻ എന്ന് പറയാം. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ സ്റ്റിയറിംഗ് വീലിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസും ടോഗിൾ ചെയ്യാം. TPMS സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. പിന്നെ മറ്റ് വെഹിക്കിൾ ഇൻഫർമേഷൻസ് ആണ്, സർവീസ് റിമൈൻഡർ, ബാറ്ററി ലോഡ്, എഞ്ചിൻ വാണിംഗ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മളുടെ സ്പീഡോമീറ്റർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തീമുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ആവറേജ് ഫ്യൂവൽ, അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തായിട്ട് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാണാം. അത് ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. ഇതിനകത്ത് ആർക്കമിസ് ട്യൂൺ ചെയ്ത ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം മ്യൂസിക് ക്ലാരിറ്റി കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നല്ല ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് 360 ക്യാമറ എന്ന് പറയുന്നത് റിവേഴ്സ് ക്യാമറ മാത്രമാണ്, പക്ഷേ അത് ഫുൾ സ്ക്രീനിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ക്യാമറയാണ് വരുന്നത്. 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് ഇതിനകത്ത് വരുന്നത്. അതുള്ള ഡീസൻറ്റ് ക്ലാരിറ്റി തരുന്നൊരു മ്യൂസിക് സിസ്റ്റമാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ വേരിയൻറ്റിൽ വന്നിരിക്കുന്നതാണ് ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പവർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടി ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ എഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് AC കൺട്രോൾസ് കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. വേറെ അതിൻ്റെ ഡിസ്പ്ലേയുടെ ഫാനിൻ്റെ സ്പീഡ് കാര്യങ്ങൾ നമുക്ക് ടോപ്പിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതായത് സ്ക്രീനിലും കാണാം. ഇതിനകത്ത് നമ്മുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെന്താണ് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. അതിന് താഴെ നമുക്ക് ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുമെല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഇത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതിന് ചുറ്റും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. സെൻറ്റർ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ്, അതിൻ്റെ മുകളിൽ സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട്. അകത്ത് ഡീപ്പായിട്ടുള്ള ചെറിയ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. സീറ്റ് എടുത്ത് പറയേണ്ട കാര്യമാണ്, നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് അതിനായിട്ട് ഒരു ബാഡ്ജിങ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരുന്നു. ഗ്രാബ് ഹാൻഡിലും ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സൺവൈസേഴ്സ് വിത്ത് മിററാണ്. നമ്മളുടെ ഓട്ടോ ഡിമ്മിങ്ങുള്ള IR VMs ആണ് വരുന്നത്. അത് ഫ്രെയിംലെസ് മിറേഴ്സാണ് ഇതിനകത്ത്, IR VMs ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ കാണാം, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ നമ്മുടെ കൂറോ എഡിഷനിലേക്ക് വന്നപ്പോൾ റൂഫും ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പില്ലേഴ്സും റൂഫും കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഫംഗ്ഷനോട് ഒരു ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചറൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഡീപ്പായിട്ടുള്ള വലിയ ഗ്ലോ ബോക്സുകളാണ്. അപ്പോൾ ഇതാണ് കൂറോ എഡിഷൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഡിഫറൻസ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ബാക്കിലെ ഡോർ പാഡ് നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഈ വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതിന് താഴെ ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ടുകളും കാണാനായിട്ട് പറ്റും. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡറോട് കൂടി ആംബ്രസ്റ്റ് ആണ്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നമുക്ക് സീറ്റിൻ്റെ ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സും ഇതിനകത്ത്
വരുന്നുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10-12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ചെയ്യണം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. ഇത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലും ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിസാൻ മാഗ്നറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS ഇതെല്ലാം സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ കോമൺ ആയിട്ട് വരുന്നു. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് നമ്മുടെ നിസാൻ മാഗ്നറ്റ്. ഈ വാഹനത്തിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിൽ ഒന്നും വാഹനം ലോഞ്ച് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും വരുന്നില്ല. 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നോൺ ടർബോയും ടർബോയും അങ്ങനെ 2 ഓപ്ഷനിൽ വരുന്നു. നോൺ ടർബോ പെട്രോൾ എഞ്ചിൻ 74 HP ആണ് പവർ വരുന്നത്. വിത്ത് 5 സ്പീഡ് IMT അല്ലെങ്കിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. ആ എഞ്ചിൻ തന്നെ നമുക്ക് ടർബോ പെട്രോളിലും അവൈലബിൾ ആണ്. ടർബോയിലേക്ക് വരുമ്പോൾ 100 HP ആണ് വാഹനം ഉത്പാദിപ്പിക്കുന്ന പവർ. ടോർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 162 Nm ടോർക്ക് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല രസമാണ് ഓടിച്ചുകൊണ്ട് കിടക്കാനായിട്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് മാനുവലിന് 20 km/ലിറ്ററും റിയൽ ലൈഫിൽ നമുക്കൊരു 14-16 എക്സ്പെക്ട് ചെയ്യാം. അതിൽ വരുന്നത് 5 സ്പീഡ് CVT ഗിയർ ബോക്സ് ആണ്. CVTയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 17 ഒരു 13-14 നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് മൈലേജ് ലഭിക്കും. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലും വലിയ കൺസേൺസ് വരുന്നില്ല. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഓണം ഓഫറായിട്ട് 1 ലക്ഷം രൂപ വരെയാണ് നിസാൻ മാഗ്നറ്റിന് ഓണം ഓഫർ കൊടുത്തിരിക്കുന്നത്. അത് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ ഓണം ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 12,000 രൂപ കൊടുക്കുന്നുണ്ട്. അഡീഷണൽ ക്യാഷ് ഓഫറായിട്ട് 15,000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ക്യാഷ് ഓഫർ മാത്രം നിങ്ങൾക്ക് ഏകദേശം 27,000 രൂപ ലഭിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 55,000 രൂപയാണ്. അതായത് നിസാൻ്റെ തന്നെ ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 55,000 രൂപയും മറ്റേതെങ്കിലും വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 45,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഓഫർ 11,000 രൂപ വരെ കോർപ്പറേറ്റ് ഓഫറും സർവീസ് പാക്കേജ് 3 കൊല്ലത്തേക്കുള്ള സർവീസ് പാക്കേജും അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഈ സർവീസ് പാക്കേജ് വേണ്ട എങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് 12,000 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്ന സർവീസ് പാക്കേജാണ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ആയിട്ട് ലഭിക്കുന്നത്. അങ്ങനെ മൊത്തം നോക്കുമ്പോഴാണ് നമ്മൾക്ക് ഏകദേശം 1 ലക്ഷം രൂപ വരെ ഓഫറിൽ ഈ വാഹനം ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂറോ എഡിഷൻ ആണ്. കൂറോ എഡിഷനിലെ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഇതിൻ്റെ നമ്മുടെ നോൺ ടർബോ പെട്രോൾ എഞ്ചിനുള്ള മാനുവൽ വേരിയൻ്റ് ആണ്. എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 8,30,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 8,87,000 രൂപ. അതിൻ്റെ AMT വരുന്നുണ്ട്. AMTയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8,80,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,49,000 രൂപയ്ക്ക് കൂറോ എഡിഷൻ AMT നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ഇനി ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിന് 10,48,000 രൂപയാണ് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. CVTക്ക് 12,12,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. എല്ലാ ഓഫറുകളും നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഓൺ റോഡ് പ്രൈസാണത്. മാഗ്നറ്റിന്റെ അത്യാവശ്യം എൻക്വയറി ഉള്ള ഒരു വേരിയന്റ് ആണ് എൻ്റെ ബേസ് വേരിയന്റ്. കാരണം അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് എല്ലാം ബേസ് വേരിയന്റിൽ തന്നെ നിസാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബേസ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ട് 6,59,000 രൂപയാണ് മാനുവലിന്. ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് AMT. അതിന് 7,09,400 രൂപയാണ് ഓട്ടോമാറ്റിക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ വാഹനം നമ്മൾ എൻകണക്ട വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് വേണ്ടാത്തവർക്ക് എൻകണക്ടയിലേക്ക് പോകാം. എൻകണക്ടയിൽ 1-2 ഫീച്ചേഴ്സിലാണ് എക്സ്റ്റീരിയർ ഡിഫറൻസ് ഉള്ളൂ. നമ്മുടെ LED ഹെഡ്ലൈറ്റ് വരുന്നില്ല, പിന്നെ വയർലെസ് ചാർജർ വരുന്നില്ല അകത്ത്. അപ്പോൾ എൻകണക്ട വേരിയന്റ് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ്. അപ്പോൾ എൻകണക്ട വേരിയന്റിന്റെ ഓണോ ഓഫറുകൾക്ക് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ വേരിയന്റ് 8,36,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. AMTയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 ലക്ഷം രൂപയാണ് AMT വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ടർബോ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 9,99,000 രൂപയും, അതായത് 10 ലക്ഷം രൂപയും. CVTയിലേക്ക് വന്നു കഴിഞ്ഞാൽ 11,61,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ എൻകണക്ട വേരിയന്റും നമ്മളുടെ കൂറോ എഡിഷനും തമ്മിൽ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി നോക്കിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓണം സീസൺ അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസണുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങൾ ഷോറൂമിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിസാൻ്റെ മറ്റ് ഓഫറുകൾ കാര്യങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മാഗ്നറ്റിൻ്റെ ഏത് വേരിയൻറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാഗ്നറ്റിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും നിങ്ങൾക്ക് CNGയും അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.